അത് മക്കളോടല്ലാതെ പിന്നെ അച്ഛനും അമ്മയും ആർത്താ പറയാ? വെളിയിൽ പോയി ആർക്കെങ്കിലും ഉപദേശിക്കാൻ പറ്റുമോ? ഉപദേശമൊക്കെ കേൾക്കുമ്പോ എനിക്ക് ആദ്യം കുറച്ച് അനോയിങ് ആയിരിക്കുമല്ലോ. ഓ എന്തിനാ ഇത് പറഞ്ഞ് ഞാൻ ചിലതൊന്നും കേൾക്കത്തില്ല. എത്ര പ്രാവശ്യം അതെ കേട്ടതാണ്. ഞാൻ കേൾക്കത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്ന് വെച്ചോണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ അത് മിസ് പറഞ്ഞോ? ചെയ്യും ഞാൻ. എനിക്ക് വെച്ചാ അമ്മ വന്നിട്ടാണല്ലോ എനിക്ക് ഫസ്റ്റ് 100 കിട്ടുന്നത്. അതെ. അപ്പൊ എല്ലാരും പറഞ്ഞു അമ്മ ഇവിടെ ഉണ്ടാ, അപ്പയെ ഓടിക്ക, അമ്മ ഇവിടെ നിക്കട്ടെ. അപ്പേ ഓടിക്കാൻ വിശ്വസിച്ചു. ആണല്ലേ? അതെ. ഞാൻ അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നാളെ പോകുമ്പോ. അങ്കിളിന് പറയാനുള്ള വേറൊരു വശമുണ്ട് ഇതിന്. അതായത് ഇപ്പൊ അമ്മ പറയുന്നത് അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് ഒരു ഉപദേശം, അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഉപദേശമായിരിക്കും. പക്ഷെ ഷെയറിങ് ആണെങ്കിൽ, ഷെയറിങ് ഓഫ് എക്സ്പീരിയൻസ് ആണെങ്കിലും എത്ര വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലെ ലൈഫിൽ. അപ്പോൾ അമ്മ പറയുന്നത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് അല്ലേ. ആ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറേ പുതിയ ഒരു യാത്ര നമുക്ക് കിട്ടും മക്കളെ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതുകൊണ്ട് ഇത് ഉപദേശമായിട്ട് എടുക്കണ്ട. ഷെയറിങ് ഓഫ് എക്സ്പീരിയൻസ് അത് മക്കളോടല്ലാതെ പിന്നെ അച്ഛനും അമ്മയും ആർത്താ പറയാ? വെളിയിൽ പോയി ആർക്കെങ്കിലും ഉപദേശിക്കാൻ പറ്റുമോ? ഇല്ല.